ബി.ജെ.പിയുടെ ആദ്യ റൗണ്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പൊട്ടിത്തെറികൾ ആരംഭിച്ചു. ആദ്യം കളത്തിൽ വന്നത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് നോബിൾ മാത്യു ആണ്. കേരള കോൺഗ്രസിലെ മുൻനിര നേതാവായിരുന്ന നോബിൾ മാത്യുവിനെ കണ്ണല്ലാത്തതെല്ലാം പൊന്നാക്കി തരാമെന്ന് പറഞ്ഞ് ബി.ജെ.പിയിലേക്ക് അന്നത്തെ നേതൃത്വം ആവാഹിച്ചു കൊണ്ടുവന്നതായിരുന്നു. ഒടുവിൽ 2021 കാഞ്ഞിരപ്പള്ളി സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചപ്പോൾ നോബിൾ മാത്യു ഔട്ട്. അൽഫോൺസ് കണ്ണന്താനം സ്ഥാനാർത്ഥിയായി. കേന്ദ്രം പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച അൽഫോൺസും കൈമലർത്തി. എല്ലാവരും അവനവന്റെ കാര്യമല്ലേ ചിന്തയുള്ളൂ. നോബിൾ പരിശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. ഇത്തവണയെങ്കിലും തന്റെ ഊഴം വരുമെന്ന് കരുതിയിരുന്ന നോബിളിനെ പറഞ്ഞു പറ്റിച്ചു. കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിലുടനീളം ചിലപ്പോഴെങ്കിലും കടന്നുപോയിട്ടുള്ള കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അങ്ങനെ കാഞ്ഞിരപ്പള്ളിയുടെ സ്ഥാനാർത്ഥിയായി കുപ്പായമണിഞ്ഞു. കാഞ്ഞിരപ്പള്ളിയും ജോർജ് കുര്യനുമായുമുള്ള ബന്ധം എത്ര ആലോചിച്ചിട്ടും ആർക്കും പിടികിട്ടുന്നില്ല. നോബിൾ മാത്യു ഒന്നുമില്ലെങ്കിലും ആ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു കുടുംബത്തിലെ അംഗമെങ്കിലുമാണ്. കാഞ്ഞിരപ്പള്ളി പ്രദേശത്തെ കൊള്ളാവുന്ന ക്രൈസ്തവ കുടുംബങ്ങളുമായി ബന്ധങ്ങളുള്ള കുടുംബവുമാണ് നോബിളിൻ്റേത്. ജയിക്കാനൊന്നുമല്ല, നേർച്ചയ്ക്കാണെങ്കിലും വോട്ട് കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ളവനെ വേണ്ടേ സ്ഥാനാർത്ഥിയാക്കുവാൻ. ബി.ജെ.പിക്ക് സംഭവിച്ചത് രാഷ്ട്രീയ ബോധമില്ലാത്ത ഒരാളെ സംസ്ഥാന പ്രസിഡന്റായി നിയമിക്കപ്പെട്ടു എന്നുള്ളതാണ്. എന്ത് ചെയ്യണമെന്നോ എന്തു പറയണമെന്നോ അറിയാതെ കയ്യും കാലും വിട്ടടിക്കുകയാണ് ആ കാരണവർ. താനും അപ്പനും അപ്പൻ്റെ അപ്പനും പിന്നെ സുഭദ്രയും ചേർന്നാൽ പാർട്ടിയായി എന്ന ചിന്തയാണ് ആ കാരണവർക്കുള്ളത്. ഇന്നലെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിൽ അപ്പനും അപ്പൻ്റെ അപ്പനും പിന്നെ സുഭദ്രയും ഇന്നലെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ തോറ്റു. ഇനിയുള്ളത് മത്സരിച്ച് കാണാം. കെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും വി മുരളീധരനും കാലുവാരിയില്ലെങ്കിൽ പത്മജ വേണുഗോപാലും ഒരുപക്ഷെ വിജയിച്ചേക്കാം. സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും എത്ര തോറ്റാലും വിജയം കണ്ടേ അടങ്ങുമെന്ന് വാശിയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവരത് നേടിയെടുക്കാനുള്ള പരിശ്രമത്തിലാണ്. തൃശ്ശൂരിൽ കരുണാകര സ്മരണ ഇപ്പോഴുമുള്ള നാടാണ്. ആ സ്നേഹം മക്കളോടും ഒരു പരിധിവരെ കോൺഗ്രസുകാർ കാണിക്കാതിരിക്കില്ലെന്നാണ് അവിടുന്ന് വരുന്ന റിപ്പോർട്ട്. ബി.ജെ.പിക്കാർ കാലുവാരാതിരുന്നാൽ പത്മജയും കടന്നുകൂടും. വട്ടിയൂർക്കാവിൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ പരിഗണിക്കാതെ സുഭദ്രയെ തന്നെ പരിഗണിച്ചത് കെ മുരളീധരന് ഗുണമായി. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മോശം IPS ഉദ്യോഗസ്ഥയെ തെരഞ്ഞുപിടിച്ച് സ്ഥാനാർത്ഥിയാക്കാൻ കാണിച്ച ആ മിടുക്കുണ്ടല്ലോ, അത് ഒന്നൊന്നര മിടുക്കാണ്. കവിയൂരിലെ ആ കൊച്ചു പെൺകുട്ടിയുടെയും അവളുടെ അച്ഛൻ്റെയും ശാപം ഇവർക്ക് മാത്രമല്ല, ഇവരെ പൊക്കിക്കൊണ്ട് നടക്കുന്നവർക്ക് വരെ കിട്ടുമെന്നാണ് പ്രമാണം. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടി എന്ന നിലയിലല്ല മുന്നോട്ട് പോകുന്നത്. പാർട്ടി പ്രസിഡന്റ് ഇരട്ടത്ത് തപ്പുകയാണ്. സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നൊരു സാധനം രാഷ്ട്രീയത്തിലുണ്ട്. സാമുദായികമായി മേധാവിത്വമുള്ള മണ്ഡലങ്ങളിൽ അതിനു പറ്റിയ ആളുകളെ പിടിച്ചു നിർത്തി വിജയിപ്പിച്ചെടുക്കുക. ഉദാഹരണത്തിന് മലപ്പുറത്ത് ഒരു ക്രിസ്ത്യാനിയെയോ ഹിന്ദുവിനെയോ കൊണ്ടുപോയി സ്ഥാനാർത്ഥിയാക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞങ്ങൾ മുഖം നോക്കാതെ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടും കാര്യമില്ല. രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ വന്നിറങ്ങിയ ഉടനെ ഡൽഹിയിൽ നിന്ന് കെട്ടിയിറക്കിയ അനൂപ് ആന്റണിയെയും കേരളത്തിൽ നിന്ന് ദത്തെടുത്ത അപ്പനും മകനും മാത്രം തൻ്റെ കൂടെ മതിയെന്ന് തീരുമാനിച്ചതാണ് ഏറ്റവും വലിയ തെറ്റ്. ഏതായാലും ഇതോടുകൂടി ഒരു കാര്യം ഉറപ്പായി, ബി.ജെ.പി 20 അടി മുകളിലേക്ക് കയറിയത് ഇത്തവണ 10 അടി താഴോട്ടിറങ്ങും.